പാർവതി കഴിവുള്ള നടിയാണ്. അവര് എത്രയോ നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ച സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത്. അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റയാൾ മതി, ഇയാൾ മതി, അങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നത്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല. സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ സിനിമകൾ ഉണ്ടാവും. മോഹൻലാലിനെ വെച്ചാൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന് മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കാലോ, ഇന്നാളെ വേണ്ട, അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അല്ല, ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത്. അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് ചില പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയും. അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത്. അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റയാൾ മതി, ഇയാൾ മതി, അങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നത്. എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കഴിവുള്ള കലാകാരന്മാർ, പാർവതി കഴിവുള്ള നടിയാണ്. അവര് എത്രയോ നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ്. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചില്ല. പാർവതിക്ക് വലിയ ഇടപെടലുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും തുടർച്ചയായി ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു നടിക്ക് അതിന് ഞാൻ എങ്ങനെയാണ് ഒരു മറുപടി പറയാം? ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക, ആ സിനിമ സംഭവിക്കുന്നത്, ആ സിനിമയുടെ ഭാഗമാകാൻ. ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല. സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാം, വേണമെങ്കിൽ അത് മാറി നിൽക്കാം. അല്ല, ഞങ്ങൾ വിചാരിച്ച സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സർക്കാർ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു. അതിനകത്ത് WCC പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് വേട്ടക്കാരും ഉണ്ടാകും, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെ ആർക്ക് വരുമെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ കോൺക്ലേവിനെ പറ്റി കേൾക്കും. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിദ്ദിഖ് പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒരു ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ചു, അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും. പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിന്റെ പേരിൽ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെയൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഒരാളെയും ഭീഷണിപ്പെടുത്തുക, ഒരു ഭീഷണിപ്പെടുത്താൻ എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ഭീഷണിപ്പെടുത്തിയ അകത്താകും. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. ഇതിനു മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 10-20ഓളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു. അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇത്തരമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു. അപ്പൊ അതിന്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്.